ചെറുപയർ സാധാരണ കറി വെച്ച് കഴിക്കുന്നതും ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതും ശരീരത്തിലേക്ക് എത്തുന്നത് രണ്ടും രണ്ട് രീതിക്കാണ്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതും രണ്ട് തരത്തിലാണ്. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. पुष्पा एक नंबर. पुष्पा की तरह फायर. हम लोग कॉलेज से भाग कर आए. लाइक बॉलीवुड कुछ नहीं है सामने भाई. पुष्पा साउथ पर झुकेगा नहीं. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. अगर आपको पसंद बहुत सारे डायलॉग है बहुत. अरे पुष्पा राज हरगिज झुकेगा नहीं. ചേട്ടാ പടം കണ്ടിട്ട് സൂപ്പർ ആണ്. ആ ലോ ക്ലാസ്സിനും ഓക്കേ. ഇനി പേടിക്കാനില്ല സാറേ. बहुत खतरनाक डायलॉग बोल के सुना दे यार. मैं फायर नहीं वाइल्ड फायर. ഇതെന്ത് ഭാഷ? ഹിന്ദി അല്ലേ? തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. അല്ല ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. आइए पुष्पा के लिए प्लीज. अमेजिंग लाइक 10 on 10 10 on 10. എങ്ങനെയുണ്ട് ആക്ടിങ്? വിശ്വസിച്ചില്ലേ? കണ്ടോ ഞാൻ പറഞ്ഞ വിശ്വസിച്ച് കണ്ടോ? झुकेगा नहीं साला. अल्लू अर्जुन की बड़ी फैन हो गई आप. अरे चुम्मेश्वरी क्या बात कर रहे? ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പോടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. हाँ जी मास्टरपीस वेरी गुड. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? തോണത്തിനോടോ തല്ലേ അമ്മേന്ന് വിളിച്ച ഞാൻ ഇതിനകത്ത് കേറാറ്. ഇതാ പൊങ്ങി എന്ന് വിചാരിക്കും, അപ്പോഴും പൊങ്ങത്തില്ലടാ. പൊങ്ങണില്ല എന്നുള്ളത് നിങ്ങൾ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എനി ടൈം എനിക്ക് ഫോൺ ചെയ്യണം. എനി ടൈം. താൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ 16 അടി വരെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഈ രാഷ്മിക മന്ദാനയുടെ മറ്റേ എന്താ ഉറുപ്പി കഥാപാത്രം ഭൂലോക ഉറുപ്പി. അതെ 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 കുശുംബ മോനെ, നാട്ടുകാർക്കെല്ലാം കുശുംബ. അങ്ങ് പെർഫോം ചെയ്യുക ചീറ്റിച്ചിട്ട് പറഞ്ഞ തിയേറ്ററിനകത്ത് സെക്കൻഡ് ഹാഫ് ഫുള്ള് കയ്യിൽ നിന്ന് പോയി ഇങ്ങനത്തെ ഓരോ സീൻസ് കാരണം കണ്ടില്ലേടാ, ടൈം മോശമായപ്പോ കൊമേഡിയൻ പോലും വില്ലനായി മാറി. ഈ ഡ്രാമ സീരിയൽ ലെവൽ ഡ്രാമ മനസ്സിലായില്ല, അങ്ങനത്തെ ഫാമിലി ഇമോഷൻസ്, ഈ അഡ്രസ് ഇല്ലാത്ത പ്രശ്നം. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ക്ലൈമാക്സിലൊക്കെ അല്ലു അർജുനൊക്കെ അങ്ങ് പുഷ്പയൊക്കെ കിടന്നങ്ങ് അങ്ങ് കരയോ, അയ്യോ എന്തൊരു കരച്ചിലാണ്. സാർ പ്ലീസ് കരയാതിരിക്കൂ. ഞാൻ കരയാതിരിക്കണമെങ്കിൽ താൻ എന്നോട് കുറച്ചുകൂടെ മനുഷ്യത്വമായിട്ട് പെരുമാറണം. കരച്ചിൽ നിർത്തുന്നില്ല. ഒരു കാട്ടവരാതം എന്ന് തന്നെ പറയാം. മൂഞ്ചി ഇന്റർനാഷണൽ ഊക്ക്. എന്റെ പൊന്നെ പടം നിങ്ങൾ കാണാം. ഒരു സാരി എടുത്തുകൊണ്ടൊക്കെ ഫൈറ്റ്. എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നത്? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. കൊള്ളില്ലടാ, ഒരു വകയ്ക്ക് കൊള്ളില്ല. പൊന്നെ കേട്ടാ പോട്ടാ. സീരിയല് മൊത്തം സീരിയല്, അവസാനമൊക്കെ സീരിയല്. കഥയൊക്കെ വിട്ടു പോയാ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ജിക്സി. ഓരോ പലകയും ഇളകി വെള്ളം പറഞ്ഞിട്ട് ഈ പടത്തിന് വന്നത്. ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. പുഷ്പ താഴത്തില്ല വേൾഡ് ഫയർ. ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബാബേട്ടനും. ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. ഇപ്പൊ അവസാനം പോയവൾ എന്താ കാണിച്ചത്? അയ്യോ എന്റെ അണ്ണമാരെ നാട്ടിൽ അങ്ങനെ വിളിക്കുന്നേ കൺട്രികളെന്ന്. എന്താ നിന്റെ വിഷമം? രണ്ടാമത് സാരി എടുത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകുന്ന തൂറാൻ പോലും പറ്റൂല. അതാ നിന്റെ വിഷമം. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടമായിട്ട് ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കും. അതിന് ഞാൻ ഇത്രയൊക്കെയല്ലേ ചെയ്തു. ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുണ്ടോ സർ?
നമുക്കൊരു ഹിറ്റ് കൂടി ഉണ്ടാക്കാലോ. അതിനെന്തിനാ നീ വെറുതെ നിന്റെ സമയം ചെലവാക്കണത്?